നമസ്കാരം. നമസ്കാരം. താങ്കളുടെ പിതാവാണല്ലോ തോൽപ്പാവക്കൂത്തിന്റെ പുതുശ്ശേരി സംഘം ഉണ്ടാക്കിയത്. അതെ, അദ്ദേഹം തോൽപ്പാവക്കൂത്തിന്റെ കുലപതിയായിരുന്നു. കുലപതിയായിരുന്നു. അദ്ദേഹം ഈ സംഘം സ്ഥാപിക്കുവാനും എപ്പോഴായിരുന്നു ഈ സംഘം സ്ഥാപിച്ചത്? ആ സംഘം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് എങ്ങനെയാണ്? കാരണത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്തോളം അച്ഛൻ ആദ്യം 2-3 പെൺമക്കളായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആൺസന്തതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശ്രമിച്ചു നോക്കുമ്പോൾ അവർ പഴയ പുലവന്മാരൊക്കെ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. പൂനത്തറയിലും വള്ളത്തേരിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളൊരു കൂത്ത് നടത്തും, അപ്പം നിങ്ങൾക്ക് സന്താനം ഉണ്ടാവും എന്ന് പറഞ്ഞു. കൂത്ത് നടത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും കേട്ടറിഞ്ഞു. അപ്പോൾ അങ്ങനെ പുതുശ്ശേരി ഞങ്ങളുടെ അച്ഛനായിരുന്നു ഇവിടെ നമ്മുടെ പുതുശ്ശേരിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ നടത്തി വരുന്നത്. അപ്പോൾ അതോടെ കൂടിയിട്ട് ഒരു കൂത്തുമാടവും കെട്ടി അവിടെ കൂത്ത് നടത്താമെന്ന് പറഞ്ഞ് അവിടെ പുലവന്മാരിനെയൊക്കെ വിളിച്ച് അവര് നടത്തി വന്നു. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു നടത്തി കഴിഞ്ഞിട്ടാണ് അതിനുശേഷം സന്താന ഭാഗ്യം ഉണ്ടായി. സുമാർ എത്ര വർഷമായിരിക്കും? സുമാർ എനിക്കിപ്പോ 62 വയസ്സായി. അപ്പൊ 62 വയസ്സിന്റെ മുമ്പിലാണ് ഈ സംഭവം. ഈ കൂത്തുമാടം കിട്ടിയത്. അപ്പൊ ഇവിടെ 62 കൊല്ലമായി ഈ സംഘം ആയിട്ട്. അപ്പോ അച്ഛൻ തോൽപ്പാവക്കൂത്തില് ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു പ്രത്യേകമായിട്ട് പഠിച്ചിരുന്നത്? രാമ അവതാരം മുതൽ പട്ടാഭിഷേകം വരെ ഉണ്ടല്ലോ. പട്ടാഭിഷേകം വരെയുണ്ട്. അധികവും ഈ പഞ്ചവടി മുതൽ പട്ടാഭിഷേകം വരയ്ക്കും ഉള്ള 14 ദിവസത്തെ കഥ എല്ലാം നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പണ്ഡിതം ഉണ്ടായിരുന്നു. അപ്പോ അച്ഛന്റെ ശിക്ഷണത്തിലും ആയിരുന്നു പഠിച്ചു വന്നത്. അന്നിവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ എനിക്കറിയിക്കേണ്ട ഒരു 5-6 ശിഷ്യന്മാരൊക്കെ ഇവിടെ രാത്രിയൊക്കെ വന്നിട്ട് നിറയെ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത്. അന്ന് പുത്തൻവീടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. രാത്രി വരും അവര് എല്ലാവരും വന്ന് ഇവിടെ ഇരുന്ന് ഒത്തുകൂടി. അപ്പൊ അവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത്. നേരത്തെ തന്നെ അച്ഛൻ എല്ലാം കൃഷിപ്പണിയാണല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നേരത്തെ ഒരുങ്ങിയിരിക്കും. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്ലോകങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ദിവസം എങ്ങനെ ഒരു 12-1 മണി വരയ്ക്കും ഇങ്ങനെ രാത്രി പാട്ടുകള് കമ്പരാമായണത്തിലെ പാട്ടുകളെ കുറിച്ച് ആദ്യം പഠിച്ച് മനസ്സിലാക്കി. ആദ്യം 7 ദിവസത്തെ കഥയായിരുന്നു അല്ലേ ഇവിടെ? 7 ദിവസത്തെ കഥയായിരുന്നു. അതിപ്പോ 14 ദിവസമായി ഇവിടെ. 14 ദിവസവും നടത്തി വരുന്നുണ്ട്. അപ്പോ ആദ്യം അതിലേക്ക് വേണ്ട പാവകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പൂനത്തറയിൽ നിന്ന് കൃഷ്ണൻകുട്ടി പലവരുടെ അവിടുന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന് കൂത്ത് നടത്തിയിരുന്നു. അപ്പൊ സംഘം അവിടുന്ന് വന്നിരുന്നോ അതോ? അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പണ്ട് കവളപ്പാറ സംഘം ഇവിടെ വന്ന് കൂത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് കേവന്മാരായിട്ടുള്ള ആരൊക്കെയായിരുന്നു? കൃഷ്ണൻകുട്ടി പലവര്, പിന്നെ അണ്ണാമല പലവര് പാലപ്പുറത്തെ, പിന്നെ അവിടെ രാവുണ്ണി നായര്, ശങ്കരൻ നായര്, പിന്നെ കുഞ്ചപ്പ പലവര്, പഴനിക്കുട്ടി പലവര്, പൊന്നപ്പ അതൊക്കെ നല്ല. ഞാനും കുട്ടിയായിരിക്കുമ്പോ അങ്ങനെ അച്ഛന്റെ കൂടെ വന്നിട്ട് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ ആ പഠിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ പഴയ ഗുരുശിക്ഷ പരമ്പര, ആ രീതി അതെങ്ങനെയായിരുന്നു? എത്ര പാട്ട് പഠിക്കണം? അല്ലെങ്കിൽ 2 ശ്ലോകങ്ങളെങ്കിലും എഴുതി തരും. അത് നമ്മള് ദിവസം ബൈഹാർട്ട് ആക്കി കൊടുക്കും. അത് പിറ്റേ ദിവസം അത് പറയണം. ഇല്ലാതെ പറഞ്ഞ് പിറ്റേ ദിവസം എഴുതി തരും. പറഞ്ഞ് കേൾപ്പിക്കണം. എല്ലാരും കൂടി ഇരുന്നു കൊണ്ട് പാടി കേൾപ്പിക്കണം. പിന്നെ അതിന്റെ അർത്ഥങ്ങളും പറഞ്ഞു തരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ SLC സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വഴിക്ക് പറഞ്ഞു, എടാ നമുക്ക് ഇനി വേറെ ഉദ്യോഗമൊന്നും വേണ്ട, നമുക്ക് കൃഷിയും നോക്കി പാവക്കൂത്തൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് കഥ എഴുതാൻ തുടങ്ങി. ആദ്യം മറ്റേ യുദ്ധകാന്ഡം ശ്ലോകങ്ങളെല്ലാം എഴുതി അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ പഞ്ചവടി പഠിച്ചു. അന്ന് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? താങ്കളുടെ കൂടെ ആരൊക്കെ? എന്റെ ഇപ്പൊ ഈ പറഞ്ഞ M രാമസ്വാമി ഉണ്ടല്ലോ, മണി എന്ന രാമസ്വാമി, ഞാന് അനിയനൊരുത്തനുണ്ടായിരുന്നു, മറ്റേ നാരായണൻ ചിന്നപ്പയ്യൻ എന്ന് വിളിക്കുന്ന നാരായണൻ. അവനും കുറെ പഠിച്ചു. വേലായുധൻ, വേലായുധൻ അവൻ ഒരുത്തനുണ്ടായിരുന്നു. പൊന്നുസ്വാമിയാണ്. ഒരു മാരിയപ്പൻ പറഞ്ഞ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് നല്ലോണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ച അമ്പലങ്ങളിലെ ഈ കൂത്ത് നടത്താനൊക്കെ പോയിട്ടായിരുന്നു. കാവശ്ശേരിയിൽ പോയി ആദ്യം നിങ്ങൾ ഈ
പുതുശ്ശേരി കൂത്തുമാടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടത്തപ്പെടുന്ന കൂത്തിന് ഏതൊക്കെ പോയിട്ടുള്ളത്? ആരുടെ കീഴിലായിരുന്നു കൂത്തിന് പോയിരുന്നത്? ആരുടെ മാടങ്ങളാ പോയിട്ടുണ്ടായിരുന്നു? കൃഷ്ണകുട്ടി പലവരും നടത്തി വന്ന മറ്റേ അവിടെ ഒരു വയസ്സായ ഒരു ഉണ്ടായിരുന്നു, മറ്റേ എന്താ അയാളുടെ പേര്, എവിടത്തെ? കാവശ്ശേരി നടത്തിയാണ് താച്ചപ്പം വന്നാണ്. ഓ, അവര് പുത്തനൂർ സംഘത്തിന്റെ കുത്തനൂരാണ്. പറഞ്ഞു മക്കളെ വരും, നിങ്ങള് നടത്തി തരണം. അദ്ദേഹം ഒരു ആചാരം ബാഹുവായിരുന്നു. അദ്ദേഹത്തിന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ശരി ഒന്നും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട് 4 കിലോമീറ്റർ ഒക്കെ സൗണ്ട് ഉയരത്തിൽ പറയുന്ന വ്യക്തിയായിരുന്നു. ഇരുന്ന് കൂത്ത് പറയുന്ന ശൈലിയല്ല അയാളുടെ. അയാളൊരു കയറ് കെട്ടി ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് നല്ല സൗണ്ടിൽ അങ്ങോട്ട് കൂത്ത് പറയും. അദ്ദേഹം കുത്തനൂർ സംഘത്തിലായിരുന്നു, താച്ചപ്പം മന്നാടി. ഇന്നിപ്പോ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടോ അറിയോ? കുത്തനൂർ സംഘത്തിൽ ആരും ഇല്ല, അവിടെ ഒന്നും കണ്ടു കേട്ടു. മാത്തൂർ സംഘത്തിലോ? മാത്തൂർ സംഘത്തിലും അറിഞ്ഞു കേട്ടു. ഇപ്പൊ ഇവിടെ ഈ മണി പോകുന്നുണ്ടല്ലോ, അവിടെ മാത്രം ഒരാളുണ്ട് കാരണവരായിട്ട്. എവിടെ? ഇപ്പോ കുത്തനൂർ. അയാൾ ഒരാളേ ഉള്ളൂ. ബാക്കി എല്ലാ സംഘവും അവിടെ ആരും ഈ ശിഷ്യന്മാരായിട്ട് ഇപ്പൊ അത് കൊണ്ടു നടത്താനോ കൂത്ത് പഠിക്കണം എന്നുള്ള അഭിപ്രായങ്ങളോ എല്ലാം ചുരുങ്ങി ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ പുതുശ്ശേരി, കൂനത്തറ, പാലപ്പുറത്ത് അധികം ഇല്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ കൊളയക്കോട്ടിലെ ഒരു 5-6 ആൾക്കാർ ഉള്ളത് കാര്യമായിട്ട്. അതെ, ശരിയാണ്. അപ്പോ ഈ പാവക്കൂത്തില് നിങ്ങൾ അഭ്യസിച്ചിരുന്ന ആ ശിക്ഷണത്തിലൂടെ പഠിച്ചു, 7 ദിവസത്തെ യുദ്ധകാന്ഡം കഥ പഠിച്ചു. പിന്നെ ഇപ്പൊ എത്ര കൂത്തുമാടങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാനിപ്പോ ഈ കുന്നംപുള്ളിക്കാവില് ആദ്യം, കുന്നംപുള്ളിക്കാവ്, പിന്നെ കുണ്ടലശ്ശേരി, ചിറക്കക്കാവ്, പിന്നെ അത് കഴിഞ്ഞാ ഈ നെമ്മാറ, തിരുവഴിയാട്, നല്ലേപ്പള്ളി, പിന്നെ പട്ടഞ്ചേരി, അങ്ങനെ കുറെ ഭാഗങ്ങളിൽ കൂത്തുണ്ട്. 5-6 ഭാഗത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ സംഘത്തിൽ ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ കൂത്ത് നടത്താൻ? ഇപ്പൊ അവിടെ ഞങ്ങളൊരു 4-5 ആളുണ്ടാവും. 5 പേരുണ്ടാവും. 5 പേരടങ്ങിയ സംഘമാണ് പുതുശ്ശേരി സംഘം ഇപ്പൊ ഉള്ളത്, അല്ലേ? അപ്പൊ എല്ലാ ഭാഗത്തും ഇപ്പൊ കൂത്തിന് പോകുമ്പോ ഉള്ള പ്രതികരണം എന്താണ്? പ്രതികരണം ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും കൂത്ത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ആൾക്കാര് കമ്മിയാണെങ്കിലും കാണികളില്ല. പണ്ട് കാലത്ത് കാണികൾ ഉണ്ടായിരുന്നു, ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൂത്തിന്റെ ഈ കാണികൾ ഇല്ലെങ്കിൽ പിന്നെ ഈ കൂത്ത് നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് ഇപ്പൊ നടത്തുന്നത്? ഭഗവതിക്ക് അവർക്ക് ഉത്സവം നടത്തണം എന്നുള്ള, അവർക്ക് അതേമാതിരി ഈ കൂത്ത് പഴയകാലം തൊട്ട് നടന്നു വന്നതാണ്, അത് മുടക്കാൻ പാടില്ല. അത് കൊലവന്മാരെ എവിടെ പറഞ്ഞാൽ തേടി പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് ഇപ്പൊ കൂത്ത് നടത്തി വരുന്നത്. അതിന്റെ അടിസ്ഥാനം പറയുന്നത് കമ്പരാമായണമല്ലേ? കമ്പരാമായണത്തിലെ അടിസ്ഥാനമായിട്ട് എത്ര ശ്ലോകങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? എത്ര ശ്ലോകങ്ങൾ കമ്പരാമായണത്തിലുണ്ട്? എത്ര ശ്ലോകങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നു എന്ന് വല്ലതും? ഇപ്പൊ നമ്മള് 12,000 ശ്ലോകങ്ങളാണല്ലോ പറഞ്ഞു വരുന്നത്. 12,126 പാട്ട്. അതിൽ 10-ൽ 3 ശ്ലോകങ്ങളായി എടുത്തിട്ടുണ്ടോ? കുറച്ച് അങ്ങനെ എടുത്തിട്ട് 3000 കൂത്തിന് വേണ്ടിട്ട് ഈ ആടൽപ്പറ്റ് പറഞ്ഞ ഒരു ആടൽപ്പറ്റ് അതില് വേണ്ട ശ്ലോകങ്ങൾ അതിലും കുറച്ച് കമ്മിയാക്കിട്ടേ ഇപ്പൊ എടുത്തു വരുന്നുള്ളൂ. അപ്പോ അടിസ്ഥാനമായിട്ട് ഈ പാവക്കൂത്തില് ഈ ആടൽപ്പറ്റ് എന്ന് പേരുണ്ടാവാൻ കാരണം എന്താ? ആടൽ പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നേരിട്ടുള്ള സംഭാഷണവും ആടൽ പറഞ്ഞാൽ ഇപ്പോ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതെ, നമ്മളൊരു നാടകം നടക്കുന്നുണ്ട്, അതായത് ആടി കളിക്കുക. അതിന്റെ പറ്റ് പറഞ്ഞാൽ അതിന്റെ അതാണ് ആടൽപ്പറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ആടൽപ്പറ്റില് കമ്പരാമായണത്തിൽ ഇല്ലാത്ത കുറെ പാട്ടുകളുണ്ട്. അതെല്ലാം ഈ പൂർവീകർ കെട്ടിച്ചമച്ചാണെന്ന് നമ്മളുടെ അതിന്റെ കൊലവന്മാരെന്നെ ശ്ലോകങ്ങളെ കുറച്ച് മാറ്റപ്പെടുത്തിയിട്ട് ശൈലിയൊക്കെ മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തോൽപ്പാവക്കൂത്ത് പല വേദികളിലും നമ്മൾ അവതരിപ്പിക്കാൻ പോകാറുണ്ട്. അപ്പൊ തോൽപ്പാവക്കൂത്ത് അനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ കലയാണ്. പണ്ട് കാലത്ത് ആ പുലവന്മാർക്ക് കൊടുത്തിട്ടുള്ള ആ ആദരവ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ടോ? മുക്കാൽ ഭാഗത്തും കിട്ടുന്നുണ്ട്. എന്താണ് ഈ പുലവർക്കുള്ള ആ സ്ഥാനം? എന്താണ് ഇപ്പോഴും മാടപ്പുലവർ എന്നുള്ള സ്ഥാനം ഉണ്ട്. അപ്പൊ മാടത്തിന്റെ പുലവരായിട്ടുള്ള മാടപ്പുലവർ പറഞ്ഞ അവിടത്തെ ഏത് അവിടത്തെ ഒരു ആളായിരിക്കും അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്.
അവര് എന്ത് ചെയ്യുന്ന കേട്ടാ മാടത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി വരും. പിന്നെ വിളക്ക് വെക്കല്, പിന്നെ തിരിവെക്കൽ, അത് കൊളുത്താനും ആ ശൈലിയൊക്കെ അവര് കൊല്ലം കൊല്ലം പൂജ കാര്യങ്ങള് അവരായിരിക്കും നടത്തി വരുന്നത്. ഞങ്ങള് പിന്നെ ഈ പൊലവന്മാര് പറയണത് അവര് കഥ ബാക്കി കാര്യങ്ങളെല്ലാം അവര് നടത്തിക്കോളും. പിന്നെ ഇതിന്റെ ഈ മാടത്തിന്റെ പ്രധാന സ്ഥാനിയുള്ള പ്രത്യേക വരുമാനം ഉണ്ടല്ലോ, നാടക വഴിപാടെന്ന് പറയല്ലോ. ഈ കൂത്തുകാർക്ക്, അതായത് ദേവസ്വമോ അല്ലെങ്കിൽ കൂത്ത് നടത്തുന്നവരോ നിശ്ചയിച്ച സംഖ്യക്ക് പുറമെ ഒരു നാടക വഴിപാടെന്ന് പറയുന്നുണ്ട്. എന്താ ഈ നാടക വഴിപാട്? നാടകം പറഞ്ഞാ ഈ ഇപ്പോ നിറയെ ദേശത്തിലുള്ള ആൾക്കാരെല്ലാരും ഇപ്പൊ അവിടെ നാടകം കഴിച്ചിട്ടുണ്ടായിരുന്നു പണ്ടും. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ദേഹത്തില് പല അസുഖങ്ങളായിട്ടും, നമ്മുടെ ഇപ്പൊ ആയുരാരോഗ്യ സംബന്ധമായിട്ടും, വിദ്യാഭ്യാസം, ജോലി കിട്ടാൻ, ഉദ്ദിഷ്ടകാര്യം, പല കാര്യങ്ങളും അവര് ഭഗവതിക്ക് അർപ്പണം ചെയ്യും പോലെ. അപ്പൊ ഇത് നമ്മളിപ്പോ അമ്പലത്തിൽ പോയിട്ട് നമ്മളിപ്പോ പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്, അതുപോലെ അവര് ചീട്ടെഴുതി നമ്മുടെ പേരും നാളും എല്ലാം കുറിച്ച് തരും. അത് നമ്മള് ഭഗവതിക്ക് പിന്നെ ഇങ്ങനെ അർപ്പണം ചെയ്യുമാര് അവിടെ കഴിച്ചു വരുന്നുണ്ട്. ഇത് എല്ലാ ഭാഗത്തും ഇപ്പൊ അധിക ഭാഗങ്ങളിലും നടന്നുണ്ട്. അതിന്റെ ഈ പ്രത്യേകത, അതിന്റെ അനുഭവ കഥ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നാടക കഴിച്ചിട്ട് അനുഭവ സാധ്യത ഉണ്ട്, നിറയുണ്ട്. വിവാഹം നടക്കാതെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിവാഹം നടക്കാതെ ഇരുന്നിട്ട് പല ആൾക്കാരും പല ഭാഗത്തും പോയി ദൈവികമായിട്ടും അവര് പല വഴിപാടുകളായിട്ടും നടത്തിയിട്ടും ഒരു സന്താന ഭാഗ്യം കിട്ടാതെ അപ്പൊ ചിലവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഭഗവതിക്ക് ഒരു കൂത്ത് നടത്തി ഒരു നാടകം ഒക്കെ അങ്ങനെ നടത്തിയവരെല്ലാം എത്രയോ ആൾക്കാർ അങ്ങനെ കാര്യം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പണ്ട് 7 ദിവസമുള്ള കൂത്തുമാടങ്ങൾ ഇപ്പൊ കൂത്ത് കൂടി 14ആയി, 21ആയി. കൂടാനുള്ള കാരണം എന്താ? കൂടാനുള്ള അതല്ല, കാണികളില്ല. പക്ഷെ എല്ലാവർക്കും ഇത് നടത്തണം, ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മളെ മുടക്കാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ പേരിൽ താല്പര്യമുണ്ട്. പക്ഷെ കാണികളില്ലെങ്കിലും താല്പര്യമുള്ള ആൾക്കാരെ ഇതിന്റെ പേരില് ദൈവത്തിന്റെ കാര്യത്തിലെ അവര് വന്ന് ആ വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് എല്ലാം പോകുന്നു. അങ്ങനെയാണ് പതിവ്. സ്ത്രീകൾക്ക് ഇതിന്റെ അകത്ത് കയറാൻ പാടില്ലല്ലോ, കൂത്തുമാടത്തിന്റെ അകത്ത്. അപ്പൊ എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? കാരണം ഇത് വരും തലമുറയില് പഠിക്കാൻ ആരും വരുന്നില്ല. അപ്പൊ സ്ത്രീകള്, പുരുഷന്മാരെ കിട്ടുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് അകത്ത് പ്രവേശനം ആയിക്കൂടെ? എന്താ അതിന്റെ അഭിപ്രായം? പ്രവേശനം ആയിക്കൂടാന്നൊന്നും ഇല്ല. പക്ഷെ പഴയകാലം മുതൽ ആ ശൈലി തുടർന്ന് വരുന്നുണ്ടെന്ന് മാത്രം തന്നെ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഇനി ഭാവിയിൽ ഇനി കൂത്തു പറയാൻ കലാകാരന്മാരെ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? കലാകാരന്മാര് കിട്ടാതില്ലല്ലോ. അതിന് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവരും നിറയെ ആൾക്കാര്, പിന്നെ ഇപ്പോ എല്ലാവർക്കും തൊഴിൽ പറഞ്ഞാൽ ഇതൊരു തൊഴിലായിട്ട് നമ്മൾ കുറച്ചു കാലം ഒരു 3 മാസത്തെ കാലമല്ലേ ഈ പാവക്കൂത്ത് കാര്യങ്ങൾ ആ ക്ഷേത്രങ്ങൾ നടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ വേറെ ഏതെങ്കിലും വരുമാനം വേണം. അല്ലാത്തവർക്ക് ഇപ്പൊ അത് നടത്താൻ കൊണ്ടുപോകാൻ കഴിയില്ല. അധികം ആൾക്കാരും ഇതിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണം. മുന്നോട്ട് കൊണ്ടുപോകണമെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഗവൺമെന്റ് നല്ല ഒരു കുട്ടികളെ വേണ്ടിയിട്ട് പഠിപ്പിക്കാനും ഇപ്പൊ ഇരിക്കുന്ന പൊലവന്മാരോടുകൂടി കുറെ ശിഷ്യന്മാരിനെയൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ട അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത്, ഇത് അമ്പല കമ്മിറ്റികളും അതിന് താല്പര്യം എടുക്കണം. കമ്മിറ്റി എടുത്ത് ഈ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. പക്ഷെ ഇതിന് ആള് ഇല്ലാത്ത കാരണം അവർക്ക് അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഒരു ഗ്രാമങ്ങളിലെ 7 ദിവസത്തെ കൂത്താണെന്ന് നടത്തി ക്യാമ്പ് പഠിക്കുക ചെയ്യാം. ക്യാമ്പ് കൂടിയിട്ട് അവിടെ കൂത്തുകാരെല്ലാം കൂടി നിന്ന് കാര്യം ചർച്ച ചെയ്യും. ഇന്നിപ്പോ ആ രീതി മാറി. എല്ലാവരും ഇതുകൊണ്ട് ജീവിതമാർഗം ഇല്ലാത്ത കാരണം കൊണ്ട് അല്ലാതെ എല്ലാവരും ദിവസം വീട്ടിലേക്ക് വരുന്ന ആ ഒരു രീതിയായി. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ നമ്മളുടെ അറിവ് പണ്ടുള്ളത് വെച്ചാൽ അറിവ് കമ്മിയാവില്ല ചെയ്യുന്നത്. അപ്പൊ ആ അറിവൊന്നും കിട്ടുന്നില്ല. പണ്ടത്തെ പാണ്ഡിത്യം ഇന്ന് കിട്ടുന്നില്ല. അപ്പൊ കലാകാരന് അറിവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കാണികൾ കുറവാകുന്നു. ഒന്നുണ്ട്, കാരണം ഇത് കേട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. ചെറുപ്പക്കാർക്ക് ഇപ്പോ ഇന്ന് എല്ലാം അവസരത്തിലുള്ള കാര്യങ്ങളാണ്. അതെ. അപ്പൊ അവർക്ക് പറഞ്ഞാ പിന്നെ എപ്പോഴെങ്കിലും അവര് സംഗതിക്കെല്ലാം വന്ന് ചേരും.
അത് കഴിഞ്ഞ വഴിക്ക് എല്ലാം അവരവര് വീട്ടിൽ പോയിക്കോളും. കുടുംബ ജീവിതത്തായിട്ട് ആ ലൗകികമായിട്ടുള്ള അങ്ങനെ പോകും. ഇടപെട്ട് പോകും. അതെ അതെ. അത് പാവകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? പാവകളൊക്കെ നോക്കട്ടെ, അതൊന്നും എടുക്കും. ശ്രീരാമന്റെ ആണോ പാവ ഇത്? ശ്രീരാമൻ ആണ് ശ്രീരാമന്റെ പാവ. ഈ പാവയല്ലേ ശ്രീരാമനാണ് അല്ലേ? ശ്രീരാമൻ. അപ്പൊ അതായത് ശ്രീരാമന്റെ പാവയാണ്. ഈ പാവ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇത് ഏത് സംഘത്തിന്റെ ഉണ്ടാക്കിയതാണ്? ഏതിന്റെ രൂപമാണ്? മാത്തൂർ സംഘം, പുത്തൂർ സംഘം, കവളപ്പാറ സംഘം, ഓരോ രീതിക്ക് ഓരോ പാവകൾ ഓരോ രീതിയാണ്, മാറ്റമുണ്ട്. എന്താ വ്യത്യാസം ഇതിന്ന്? ഈ പാവയിൽ നിന്ന് എന്താ അതിന്റെ വ്യത്യാസം? ഈ പാവയിലെ വ്യത്യാസം പറഞ്ഞാ ഈ കുത്തുകളെല്ലാം ഓരോ മാറ്റം ഉണ്ടായില്ലേ. അതില് ഈ ചിത്രങ്ങളെല്ലാം വളരെ ചുരുക്കമായിരിക്കും. ഈ ആഭരണങ്ങളായിട്ടും ഏതില് മറ്റുള്ള സംഘത്തില് രൂപം തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് കൊത്തുപണി കൂടും. ഇതിപ്പോ പൂർണ്ണത്തറ കൃഷ്ണൻകുട്ടി പലവരോട് ചേർന്ന മറ്റേ അരിയങ്കാവില് പാവകളുണ്ട്. അത് ആര്യങ്കാവില് പാവകളുടെ രൂപങ്ങളാണ്. കൊത്തുപണി നല്ലോണം കൂടും. മറ്റുള്ള പാവകളുടെ സംഘത്തിൽ കൊത്തുപണി ഇല്ല. കൊത്തുപണി കുറവാണ്. ഉണ്ട്, പക്ഷെ കുറവാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഈ പാവങ്ങളെ എങ്ങനെ തിരിച്ചറിയുക? ഇപ്പൊ ഇതിന്റെ ശ്രീരാമനാണ്, ലക്ഷ്മണനാണ്, സീതയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെയാ പാവകളെ തിരിച്ചറിയുന്ന രീതി എങ്ങനെയാണ്? തിരിച്ചറിയ പറഞ്ഞാൽ ശ്രീരാമനെ എന്തെല്ലാം പിന്നെ നമുക്കിപ്പോ ഒരു പുരുഷനാണെങ്കില് അവരിന്റെ ഒരു ലക്ഷണങ്ങളെല്ലാം ഉണ്ടല്ലോ. ശ്രീരാമന്റെ ലക്ഷണം എന്താണ്? കാതില് കുണ്ടലം, പിന്നെ ഈ ആഭരണം ഉണ്ടാകും, പൂണുമൂലുണ്ടാകും, പിന്നെ കയ്യില് മറ്റേതുണ്ടാവും, പിന്നെ ഈ തുളസി മാല, ചന്താമരാക്ഷൻ. അങ്ങനെ നീലമേഘത്തിന്റെ വർണ്ണം, നീലമേഘ ശ്യാമള കോമള വർണ്ണൻ. അപ്പൊ നീലമേഘത്തിന്റെ വർണ്ണം അല്ലെ? അപ്പൊ അങ്ങനെയാണ് പാവകളെ തിരിച്ചറിയുന്നത്. പിന്നെ പാവകളുടെ മുദ്രകളെ കുറിച്ച് വല്ലതും പറയാൻ കഴിയുമോ? മുദ്രകൾ പറഞ്ഞാൽ ഇത് ഈ വിരലുണ്ടല്ലോ, ഇങ്ങനെ ചിന്മുദ്ര പറയും. ഈ വിരലെല്ലാം ഈ ചിന്മുദ്ര പറയും. അങ്ങനെയുള്ളതാണത്. അതാണ് പാവകളെ കുറിച്ച്. ഇവിടെ നിങ്ങൾ എത്ര പാവ ഉണ്ടാക്കിയിട്ടുണ്ട്? ഞാനൊരു 100 ചില്ലാനം പാവ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മാൻതോല് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാൻതോല് ശാസ്ത്രം പറയുന്നത്? മാൻതോൽ പറഞ്ഞാൽ ഇപ്പോ അതിന് പ്രത്യേകം ഈ ഋഷീശ്വരന്മാരെല്ലാം അവര് പവിത്രമായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അതിന് ഇപ്പൊ ഇന്ന് കാലത്തെ മറ്റേ അത് ഉപയോഗിക്കാൻ ആർക്കും കിട്ടൂല. മാനിനെ കൊല്ലാൻ പാടില്ല, അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പണ്ട് കാലത്ത് പാവക്കൂത്ത് പഠിച്ച് അഭ്യസിപ്പിച്ച് നമ്മള് കൂത്തുമാടത്ത് അരങ്ങേറി ചൊല്ലുന്ന രീതിയിൽ പഠിച്ച ആ ശിക്ഷണ രീതിയിൽ പഠിച്ചല്ലോ. അതിന്റെ പാട്ടുകൾ, ശ്ലോകങ്ങൾ ഉണ്ടല്ലോ. ആ ശ്ലോകങ്ങളും അതിന്റെ വചനങ്ങളും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് കേട്ടാൽ കൊള്ളാം. അപ്പൊ അശോകവനത്തിലെ അപ്പൊ ഹനുമാൻ പോണ സമയത്ത് അപ്പൊ രാവണൻ വന്നു പോയി. അവൻ രാവണൻ സീതയെ വശീകരിക്കാൻ വന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് പല യാചനകളെല്ലാം ചെയ്തു. അപ്പൊ സീതയ്ക്ക് ദുഃഖം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഞാൻ ഇനി ഇരുന്നിട്ട് കാര്യമില്ല, മരിക്കാന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പുറപ്പെട്ടു. സീത ഈ പ്രത്യേക വള്ളിയുണ്ട്, അശോകവനത്തിലുണ്ടാവുന്ന അരുണംകൂടി വള്ളി എന്ന് പറയും, കഴുത്തിൽ കെട്ടിയിട്ട് അവളെ മരിക്കാൻ പുറപ്പെട്ടപ്പോഴാണ്. ഈ അശോകവനം എന്താ അർത്ഥം? ശോകമില്ലാത്ത വനം. അതാണ് രാവണൻ പ്രത്യേകമായിട്ട് സീതയെ യാതൊരു ശോകവും സീതയ്ക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണെന്ന് പറയപ്പെടുന്നു. ശരി, അതേപോലെ ഒരുപാട് അറിവുകളുണ്ട്. അപ്പൊ പോയി ഇങ്ങനെ മരിക്കാൻ പുറപ്പെട്ടപ്പോ ഉടനെ പോയി അരുണംകൂടി വള്ളിനെ കടിച്ചു മുറിച്ചു കെട്ടി. അപ്പോ പാദത്തിൽ വണങ്ങി വന്ദേനടിയേൻ ചിലൈരാമൻ മലർത്താൾ മറവാത്തൂതൻയാൻ ചെന്തേൻ മരുവും പൂങ്കുഴലായി തീയോരിലങ്കൈതാനെ തേടി വന്ദേൻ മല തേടി വന്ദേൻ എന്ന് പറഞ്ഞ് വണങ്ങുന്നുണ്ട്. അപ്പോ മരുവും പൂങ്കുഴലായി തീയോരിലങ്കൈ തന്നെ തേടി അങ്ങനെ നമസ്കരിക്കുന്നു. നമസ്കാരം എന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞ വന്ദേൻ അടിയേൻ ചിലരാമൻ. ഞാൻ വന്ദേൻ കൂത്തു പറയുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. ശരണം ശരണം തായേ ഇതോ മാരുതിയാകിയ ഞാൻ ദേവരുടെ പാദത്തിൽ വന്ന് ഇതോ വണങ്ങിക്കൊണ്ടേൻ തായേ. ചിലരാമൻ മലർത്താൾ മറവാത്തൂതൻ യാൻ. ചില ദേവരുടെ കണവനാകിയ സ്വാമിയുടെ തിരുപ്പാദങ്ങളെ മറവാമലിരുക്കൂണതാകിയ അടിയേൻ ദേവരുടെ തിരുപ്പാദങ്ങളെ ഇതോ വണങ്ങിക്കൊണ്ടേൻ.
അങ്കത്തൂതൻ യാൻ ചെന്തേൻ മരുവും പൂങ്കുഴലായി തീയോരി ഇലങ്കை തനെ തേടി. എല്ലാ ലങ്കാരാജ്യം മുഴുവൻ തേടി തേടി അന്വേഷിച്ച് ഒരിടത്തിലും ഉമ്മൈ കാണവില്ലേ, இப்போது ഉമ്മൈ കാണത്തക്കதாக അടിയനുക്ക് സാധ്യപ്പെട്ടത്. അപ്പോ ഉണക്കി നമസ്കാരം ചെയ്തുകൊണ്ട് ചെന്താർ കൊന്താർ തൊടയാൻ കുറിയും അടയാളമുണ്ടേ. കുറിയടയാളം, സ്വാമി കൊടുത്തയച്ച കുറിയടയാളവും ഇതോ ഉമ്മിടത്തിൽ ഇതോ ചൊല്ലിക്കൊണ്ട് മോതിരം കൊടുത്തു. അങ്ങനെയാണ്. അപ്പൊ ഈ രീതിയിലാണ് അതിന്റെ ഭാവങ്ങളും പാട്ടും അർത്ഥം പറഞ്ഞു വരുന്നത്. അത് ശരി. പിന്നെ വേറൊരു രീതി, ഇന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതി ഇപ്പൊ ജടായു രാവണനുമായിട്ടുള്ള സംഭാഷണം, അത് വേറൊരു രീതി. അത് യുദ്ധമായിട്ട് വരും. കെട്ടായിക്കിളയോടും നിൻ വാഴ്വയലാം ചുട്ടായത് എന്നെ തുടങ്ങിനി പട്ടായൊരു പത്തിനിയെ വിട്ടേ കുതിയാൽ വിളികിൻഡിലയാൽ. കെട്ടായി കിളയോടും നിൻ വാഴ്വയല. എടാ ദുഷ്ട രാവണ, നീ കെട്ടായി, നീ കെടുതലടൈந்து വിട്ടാய். நின் கிளையோடு நின் வாழ்வையலாம், உன்னுடைய கிளைகோத்திராதிகளாக விளங்கக்கூடதாகிய சகல குடும்பாதிகளோடு கூடி உன்னுடைய வாழ்வானதே நாசமடைந்து விடும். சுட்டாயிது என்ன തുടങ്ങിനെ, നീ ചുട്ടായി, നീ നാശമടവായി. എന്നെ ഒരു പെരിതാന ദുഷ്കൃത്യത്തെയാകിലും നീ ചെയ്തു വിട്ടത്. പട്ടായൊരു വൻ തിരുപത്തിനിയെ, പട്ടായി நீ படுதலடைவாய். அந்த சர்வேஸ்வரனாக விளங்கக்கூடதாகிய சுவாமி பக்னியாக விளங்கக்கூட அம்மனை நீ விட்டே குதியால் விட்டே குதியால் அம்மனை விடாமல் இருந்தால் உனக்கு நாசம் சம்பவிக்கும் துஷ்டா. ஆகினாலே சர்வேஸ்வரியாகிய அம்மனை நீ விட்டுவிட வேணும் കേട്ടയോ ദുഷ്ട. എന്റെ ജടായു. ഇതൊക്കെ ഈ ഭാഷ തമിഴാണല്ലോ, ഏത് തമിഴിലെ പേരാ ഇത്? ചെന്തമിഴ്, അരുന്തമിഴ്, ഇങ്ങനെ പല തമിഴുണ്ട്. അപ്പൊ നമ്മുടെ കൂത്ത് കവിയില് ഇത് കവിയില് പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഇവിടെ ഒരു ശൈലി മാറ്റം ഉണ്ടാവും. കേരളവും തമിഴ്നാടും ചേരുന്ന ഭാഗമാണല്ലോ. അതെ അതെ. അപ്പൊ ഇവിടെ ഒരു പണ്ട് തമിഴല്ലായിരുന്നു, മലയാളം ഇപ്പൊ ഒന്നാണല്ലോ. മലയാളം തമിഴ് ആദ്യമൊക്കെ ഉള്ളതാണല്ലോ. ആദ്യം ഇതെല്ലാം തമിഴ്നാട്ടിൽ പെട്ട സ്ഥലമാണ്. അതെ അതെ. ഇവിടത്തെ ശൈലി അങ്ങനെയാ. ഇവിടെ എല്ലാവരും തമിഴ് അറിഞ്ഞിരുന്നു. തമിഴ് കൂടാതെ വേറെ ഭാഷയില്ല. ഇല്ല. മലയാളം പിന്നെ വന്നാണല്ലോ. അപ്പൊ അന്ന് ഇത് ഏത് ഭാഷയിലായിരിക്കും? ഇതിന്റെ ചെന്തമിഴായിരിക്കുമോ? ആയിരിക്കാം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞു കേട്ടുള്ളത്. ചെന്തമിഴാണ് ഇതിന്റെ കമ്പരാമായണത്തിന്റെ എല്ലാ രീതിയും പറഞ്ഞു കേട്ടുള്ളത്. ഇന്നിങ്ങനെ പറയുമ്പോ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് മാറ്റി മലയാളത്തിൽ പറഞ്ഞൂടെ? അതെല്ലാം പറയാം. പക്ഷെ ഈ ശ്ലോകം തമിഴാണല്ലോ. ശ്ലോകം തമിഴ്. അതിന് വ്യാഖ്യാനങ്ങൾ കുറച്ചും കൂടി മലയാളവൽക്കരിച്ചാൽ കുറച്ചും കൂടി ഒരു മാറ്റം വന്നുകൊണ്ട് എല്ലാവർക്കും കാണാനും അതിന്റെ കാണികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ അഭിപ്രായത്തോടെ എങ്ങനെ യോജിക്കുന്നുണ്ടോ? മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. മാറ്റം വരുത്താം. അതുപോലെ കൂത്ത് പറയുന്ന സമയത്തിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പറയണത് പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാ ഭാഗത്തും ആദ്യം തൊട്ട് നടന്നു വന്നത് ഇപ്പൊ ഒരു 9-10 മണിക്കെല്ലാം ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഉത്സവം പാവക്കൂത്ത് തുടങ്ങി നാടൻ കയറി കഴിഞ്ഞാ ഒരു 5 മണി വരെ 6 മണി വരെയാണ് സൂര്യ ഉദയം വരണം എന്നാണ് പണ്ട് കാലത്തെ കണക്ക്. സൂര്യോദയം അല്ലേ? രാവണവധൊക്കെ സൂര്യോദയം രാവണനെ കൊല്ലുന്നു. അപ്പൊ എന്ത് കേട്ടാ, ഇന്നിപ്പോ ആ ശൈലിയൊക്കെ ഒന്ന് മാറ്റണം. മാറ്റിയാ കുറെ ആൾക്കാർ നിറയെ കാണാം. ഇതിപ്പോ ഒരു 8 മണിക്കെല്ലാം തുടങ്ങിയ ഒരു 10-12 ഒരു 11 മണി വരെ ആ സമയമാണെങ്കിൽ നിറയെ ആൾക്കാർ ഇത് കാണാൻ. 3 മണിക്കൂർ. പണ്ട് 10 മണിക്കൂറായിരുന്നു, അത് 5 മണിക്കൂറായി. ഇനി 3 മണിക്കൂർ ചുരുങ്ങി വരും. അപ്പൊ അത്രയും നമ്മളുടെ അറിവ് കുറഞ്ഞു വരെ ചെയ്യുക, കൂടുതലല്ല ചെയ്യുന്നത്. പിന്നെ അവതരിപ്പിക്കാൻ കാര്യമല്ല, എല്ലാം ഫാസ്റ്റ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ നടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മാറ്റം വരുത്താം എന്നൊരു അഭിപ്രായമാണ് അല്ലേ? ആരും ഉറക്കം കഴിക്കാൻ പോ ശരീരം എല്ലാവർക്കും നമ്മുടെ അസുഖങ്ങളും പല ഇതെല്ലാം ഉള്ളതാണല്ലേ. ആർക്കും ഉറക്കമൊഴിക്കാനുള്ള സൗകര്യം കുറവാണ്, കേൾക്കാനും. അതെ അതെ. അപ്പൊ ഒരു സമയത്തിനുള്ളിൽ എല്ലാം. അപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ? എത്ര മക്കളെ? ഒരു മകനുണ്ട്, ഒരു മകളും ഉണ്ട്. മകൻ ഇതിൽ നല്ല താല്പര്യമുള്ളവനാണ്. അവനിപ്പോ പഠിച്ചു, കുറെയൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ജോലിയിലായപ്പോ ബോംബെയിലാണ് ജോലി ചെയ്തത്. അപ്പൊ ഇതിൽ വരാൻ താല്പര്യമുണ്ടോ? അവന് നല്ല താല്പര്യം. കൂടാറുണ്ടോ? കൂടാറുണ്ട്. നല്ല കാര്യം. അപ്പൊ ഭാവിയിലേക്ക്
അല്ലെ ഭാവിക്ക് അവനെ കൂത്ത് നടത്താൻ അവനെപ്പോഴും നല്ല താല്പര്യമാണ് പഠിക്കാനൊക്കെ. അപ്പൊ ഭാവിയിലേക്ക് ഇതിന്റെ പ്രതീക്ഷ തുടർന്ന് പോകും. ഇനി ഭാവിയെ കുറിച്ച് എന്താ പറയാ? നമ്മളെ കുറെ പയ്യന്മാരിപ്പോഴും പാട്ടൊക്കെ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ പെങ്ങളുടെ ഒരു പേരൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവനും കുറെ ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ട് പോകും. ഞാൻ അതിന് വിവരണങ്ങളൊക്കെ കൊടുക്കും. എന്തിനെ കുറിച്ച് ഭാവിയെ കുറിച്ച്, പാവക്കൂത്തിന്റെ ഭാവിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഭാവിയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോ ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ ഈ കൂത്ത് നിന്ന് പോകുന്നതാണ്. പുസ്തകം നോക്കി വായിക്കുന്ന രീതിയാണല്ലോ. പുസ്തകങ്ങൾ അപ്പൊ ഒന്ന് പഠിക്കാതെ തന്നെ പുസ്തകം നോക്കിയാൽ ആർക്കും പറയാം എന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പറയുമ്പോ അത് നമ്മൾ പ്രഭാഷണം ചെയ്യുന്നതും നോക്കി വായിക്കുന്ന വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കാം കാണികളുടെ കുറവ്. അപ്പൊ അതിനൊരു പക്ഷെ ഇത് ഒരു കുറെ ആൾക്കാരിനെ ഗുരുമാരെ പഠിപ്പിക്കണം. അത് പഠിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്. പക്ഷെ അവരിനെ നല്ല തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട എല്ലാ ശിക്ഷണങ്ങളും കൊടുത്ത് വരികയാണെങ്കിൽ ഈ സംഗതി കുറെ കാലം കൂടി നടന്നു പോകും. ഈ അമ്പലം വിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടല്ലോ, കാരണം അമ്പലം വിട്ടിട്ട് സ്റ്റേജ് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. ആ രീതിയിലേക്ക് മാറ്റം വന്ന് പോയിട്ടുണ്ടോ? പല വേദികളിലും പോയിട്ടുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാനിപ്പോ 79 ആദ്യം റഷ്യക്ക് പോയിട്ടുണ്ട്. താഷ്കെൻഡിലെ പരിപാടിക്ക് അത് പോയിട്ടുണ്ട്. ആരുടെ കൂടെ? വേണുജി ഉണ്ടായിരുന്നു. പിന്നെ സ്പെയിനും ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഡൽഹിയിലെ, ബോംബെ, ഇവിടെ തിരുവനന്തപുരത്തുള്ള അവിടെയൊക്കെ പോകാറുണ്ട്. ഓണാഘോഷം ഇപ്പൊ ഉത്സവ പരിപാടി ഒരു പരിപാടി ഉണ്ടല്ലോ, അതിലും പല പരിപാടികളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പോകാറുണ്ട്. ഓ ശരി. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്ത് എനിക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പെൻഷൻ ഒന്നുമില്ല. പെൻഷൻ ഇല്ല, കിട്ടിയിട്ടില്ല. അത് ശരി, ഒന്നും കിട്ടിയിട്ടില്ല. നമസ്കാരം.